അമേരിക്കയെ തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇറാൻ. ഖമനേയി പറയുന്നത് അമേരിക്കയുടെ പതനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഒരു പടക്കപ്പലിൽ കഴിഞ്ഞ ദിവസം ഡ്രോണൊക്കെ അയച്ചുകൊണ്ട് അമേരിക്കയെ ഭയപ്പെടുത്താനാണ് ഞങ്ങൾ നീക്കം നടത്തിയത്. ഇന്നും ഖമനേയി പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുടെ പതനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ലോക പോലീസ് കളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് അമേരിക്ക വരണ്ട. ഇപ്പൊ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഇറാൻ. അതിനുള്ള ധൈര്യം ഇറാൻ എവിടെ നിന്ന് കിട്ടുന്നു? ധൈര്യം കിട്ടണമെങ്കിൽ അതിന് കൃത്യമായിട്ട് രണ്ട് കാര്യം കൊണ്ട് നമുക്കൊരു കാര്യത്തെ വെല്ലുവിളിക്കും. നിവർത്തികെട്ട് വെല്ലുവിളിക്കാം. നിവർത്തികെട്ട് വെല്ലുവിളിക്കാം. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ആരുടെങ്കിലും സപ്പോർട്ട് നമ്മളറിയാത്ത ചിലപ്പം ചോദിക്കത്തില്ല, എന്താടാ ഇപ്പൊ നമ്മൾ ദിലീപ് ഒരു സിനിമയ്ക്കകത്ത് ബിജു മേനോനെ കൊണ്ടുവന്നിട്ടുണ്ട്, ചോദിക്കത്തില്ല എന്താടാ അതെ അടിയടാ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരവസ്ഥയിൽ ഇപ്പൊ ഇറാൻ എവിടെ നിന്നും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പല രാജ്യങ്ങളും നമ്മൾ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് ലോക സമാധാനം, ഇതിനകത്ത് ഇറാന്റെ ഭാഗമായിട്ട് ഇന്ത്യ അഭിപ്രായം പറഞ്ഞു. ശ്രദ്ധിച്ചായിരുന്നു ഇറാന്റെ അത് അവിടെ ആ ഒരു പ്രശ്നത്തിന്റെ കാര്യം ഉണ്ടോ എന്ന് പരിശോധിക്കണം, അത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ അപ്പുറത്ത് നിൽക്കുമ്പോൾ, രണ്ടാമത് അവിടെ കൃത്യമായിട്ട് ഇറാൻ വെല്ലുവിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചർച്ചയൊക്കെ ഒരു വഴിക്ക് അമേരിക്ക വിളിച്ചപ്പോൾ നടക്കാം, ഓക്കെ, തുർക്കിയിൽ നിന്ന് മാറ്റിയപ്പോൾ എനിക്കൊന്ന് ഖത്തറിലാക്കി അല്ലേ, ഖത്തറിലാന്നോ ഇസ്താംബുൾ എന്തായാലും തുർക്കിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അല്ലേ, തുർക്കി എന്ന രാജ്യത്തുനിന്ന് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നു. ശരിയോ തെറ്റോ പോട്ടെ, എന്തായാലും തുർക്കിയിലായിരുന്നു ആദ്യ ചർച്ച. അപ്പോൾ ആ സമയം തന്നെ പുടിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ഈ മറ്റേ കടലെടുക്കുണ്ടല്ലോ, ഹോർമൂസ് കടലെടുക്കിൽ സൈനിക അഭ്യാസം തുടങ്ങിയത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ തീ തുപ്പി തുടങ്ങി. ഹോർമസ് കടലെടുപ്പിൽ 3 ദിവസമായിട്ട് നടക്കുന്ന സൈനിക അഭ്യാസം തുടങ്ങിയാൽ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും. അപ്പോൾ അത് അമേരിക്ക പറഞ്ഞതിന് ശേഷമാണ് ഇറാൻ തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇറാൻ പറഞ്ഞിട്ടുണ്ട് തകർക്കും. സാർ എന്ത് പറഞ്ഞാലും എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിനെ ഇറാൻ തകർക്കും എന്ന് പറയുമ്പോൾ എബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ കപ്പലിനെ പറ്റി അതിൻ്റെ വിശേഷം കേട്ടാൽ തന്നെ തലപെരുത്തു. കാരണം ഏതാണ്ട് 100ഓളം പോലെ F-30 അതുപോലെ ആയിരക്കണക്കിന് വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതാണ് F-35 തന്നെ. എനിക്ക് അതിനകത്ത് 100ഓളം എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. F-35 5ാം തലമുറ വിമാനം, അതുപോലെ ഡ്രോണുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഈ വിമാനം തകർക്കുമെന്ന് അവർ പറയുന്നത്. ഇതിനകത്ത് തകർക്കുമെന്ന് നിങ്ങൾ പറയുമ്പം ഇറാൻ ഔദ്യോഗികമായിട്ട് പറയുന്നത് നിങ്ങളതിനകത്ത് പറയും. നേരത്തെ 2 വട്ടം എനിക്കൊന്ന് 68-ലാണോ പിന്നെ ഏതോ ഒരു ഘട്ടം കൂടെ പറയും, ഇറാഖും വേറെ ഇറാനും നിങ്ങളുടെ ആധുനിക വിമാനങ്ങൾ തകർത്തത് മുഖ്യ ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞത്. ഇന്നലെ അതുപോലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല, 138ഓളം ഡ്രോണുകളാണ് ഈ വിമാനത്തിനെതിരെ പാഞ്ഞെടുത്തത്. ஆனால் ആദ്യമേ നമ്മൾ വിചാരിക്കുന്നത് എന്തോന്നറിയാം, തിരിച്ച് ഇവന്മാരടിക്കുന്ന, പക്ഷേ അങ്ങോട്ട് ഇറാൻ കയറി അടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിറകിലെ ചേതവുകാരം എന്തോണെന്നും അതിനുശേഷം അതെല്ലാം വെടിവെച്ചിട്ട് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല, അതിനകത്തൊന്നും ഇറാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്. അമേരിക്ക അടിക്കും എന്ന് പറയുന്നല്ലാതെ വട്ടം നിന്നിട്ട് എന്താ അടിക്കാത്ത? അമേരിക്ക അടിക്കാത്തതിന് ചോദിച്ചില്ല എന്താണ് കാരണം, ഇറാൻ എത്ര ബലത്തിൽ നിൽക്കുന്നു പറഞ്ഞാൽ ഇറാന്റെ പിറകിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയും ഉണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്കിന്റെ ആധിപത്യം അമേരിക്ക പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ഇസ്രായേലിന്റെ സപ്പോർട്ടോട് പിടിച്ച് ഏതാണ്ട് 60%-70% കപ്പൽ ഗതാഗതം, നമ്മുടെ ഗ്യാസും ക്രൂഡ് ഓയിലും ഒക്കെ അതുവഴിയാണ് വരുന്നത്. ഇത് അവരുടെ കസ്റ്റഡിയിലേക്ക് ആയി പോകുന്ന ഒരവസ്ഥ വന്നാൽ നമ്മളെ നാളെക്കാലത്തെ ബാധിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഇറാൻ തയ്യാറാവത്തില്ല. മാത്രമല്ല അത് വിട്ടുകൊടുത്താൽ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാത കൈകാര്യം ചെയ്യുന്നത്, എണ്ണ പോകാതെ ഗ്യാസ് പോകാതെ ആ സംവിധാനങ്ങൾ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെ ഒന്നും നടക്കത്തില്ല. ഇത് ഇവരുടെ കസ്റ്റഡിയിലേക്ക് പോകും. അതിപ്പോൾ അനുവദിച്ചു കൊടുക്കാൻ റഷ്യ തയ്യാറല്ല, ചൈനയും തയ്യാറാവത്തില്ല, ഇന്ത്യ തയ്യാറാവുമോ? നമുക്ക് അവിടെ നമ്മുടെ അവിടെ തുറമുഖത്തിന്റെ വിഷയം അമേരിക്ക വരുന്നതിന് മുമ്പേ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കി. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കിപ്പോൾ കമേനിയുടെ അവിടെ കമേനി ഭരിക്കുന്നോ അല്ലെങ്കിൽ ആര് ഭരിക്കുന്നോ അതൊക്കെ നമ്മുടെ രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്താണ്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ, ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നതായിട്ടുള്ള ഒരു സപ്പോർട്ട് ആ രാജ്യത്തിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അതല്ലേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഈ ഏഷ്യയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് യുദ്ധമുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ ഭാഗം എന്ന് പറയുന്ന GCC രാജ്യങ്ങളിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറ്റത്തില്ല, ഇവിടുന്ന് ഇയാളുടെ താവളമൊക്കെ ഉണ്ട്, കാര്യം ശരിയായി. ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്ന വിഷയമില്ല.
ആ ഹൂത്തികളും ഈ ഹിസ്ബുള്ള ഉണ്ടല്ലോ അവരും എല്ലാം ചെങ്കടലിനകത്ത് ഈ യുദ്ധം തുടങ്ങിയാൽ ഹോർമുസ് കടലിടുക്കിൽ ഉള്ള മൊത്തം കപ്പലുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന വ്യവസായ കപ്പൽ ആയാലും ആക്രമിക്കുന്നു പറയും. അപ്പം അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണം. ഇസ്രായേലിൻ്റെ സപ്പോർട്ട് വേണം. ഇസ്രായേൽ പ്രത്യക്ഷമായിട്ടൊന്നും പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ 1-2 പൊട്ടിത്തെറി ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ എന്നും അങ്ങനെയാണല്ലോ, അകത്തിരുന്നാണല്ലോ യുദ്ധം ചെയ്തിട്ടുള്ളൂ. ഇറാനകത്തിരുന്നാണ് ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ടുള്ളൂ. അപ്പം അത് ഖമേനിയെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ചിലപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് ഖമേനിയെ പൊട്ടിത്തെറിപ്പിച്ച് കളയാനും ഒക്കെ നമ്മൾ മൊസാദിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നടക്കും. അപ്പം ഇറാനകത്ത് യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന. പലരും പറയും വരട്ടെ യുദ്ധം, കാണട്ടെ യുദ്ധം. യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന കാറെ പോകുന്ന കാറിൻ്റെ ഡീസലിൻ്റെ വില കൂടും, അരിയുടെ വില കൂടും, മറ്റേതിൻ്റെ വില കൂടും, പല പല പ്രതിസന്ധികളുണ്ടാകും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. തുടങ്ങാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കാൻ നല്ല സുഖമായതുകൊണ്ടും ഇവിടെ 4 ദിവസം കൊണ്ട് ഒരു യുദ്ധം തീർത്തു കൊടുത്തുകൊണ്ടും ഒക്കെ അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. ഇനിയൊരു യുദ്ധം പാകിസ്ഥാനായിട്ട് ഉണ്ടായാലും ഇങ്ങനെ തീരുമെന്നൊന്നും ആരും വിചാരിക്കരുത്. മനസ്സിലാകുന്നു? യുദ്ധത്തിൻ്റെ അനുഭവം എത്ര ആയാലും നല്ല അനുഭവമല്ല, മോശം അനുഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഇറാനെ കയറി അടിക്കാൻ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ പേടിയുണ്ട്. പഴയതുപോലെ കയറി അടിക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. ജിയോ പൊളിറ്റിക്സിനകത്ത് വളരെ വലിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അമേരിക്കയെ എന്ന് ഇന്ത്യയോട് ശരിക്കും വേണം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മൂലം ചൊറിയും, എൻ്റെ കുഴപ്പമല്ല. എന്ന് ഇന്ത്യയോട് ഈ പരസ്യമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കി അന്ന് തൊട്ട് ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയ വ്യത്യാസം ഇന്ത്യ നിന്ന് തന്നെ വരുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അറിയാമല്ലോ, G7 രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എല്ലായിടത്തിനകത്തും ഇപ്പോഴും ഇറാൻ ഒരു പരിധിവരെ ഇത്രയും വാടാ നോക്കാവടാന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ കുറേ റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയൊക്കെ ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഇവിടെ ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നൊരു കമന്റ് കൂടിയാണ്. ഇപ്പൊ പലരും പറയുന്നത് S-400 യുദ്ധവിമാനങ്ങളടക്കം റഷ്യ ഇറാന് പ്രതിരോധ സംവിധാനം പിന്നെ റഷ്യ ഇറാന് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും അമേരിക്കയുടെ ഒരു ആയുധ ശേഖരം എന്ന് പറയുന്നത് ഇതിനൊക്കെ വളരെ മുകളിലാണ്. അങ്ങനെ എന്ത് റഷ്യയല്ല മറ്റേത് രാജ്യങ്ങൾ ഇറാന് കൊടുത്താലും അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന യുദ്ധ പടക്കപ്പൽ എത്തിയെന്ന് പറയില്ല. ഈ പടക്കപ്പൽ എത്തുകയെന്ന് പറഞ്ഞാൽ ഈ പടക്കപ്പൽ ഒറ്റയ്ക്കല്ല. ഈ പടക്കപ്പലിനെ അനുകൂലിച്ച് അല്ലെ അതിനെ സപ്പോർട്ട് ആയിട്ട് ഒരുപാട് യുദ്ധക്കപ്പലുകൾ നമ്മുടെ കേരളത്തിൽ ഒരു ജില്ലയുടെ വലുപ്പത്തിലാണ് എത്രത്തോളം കപ്പലുകളും ബോട്ടുകളും ആണ് അങ്ങനെയാണ് അനുഗമിക്കുന്നത്. അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഡ്രോണോ വിമാനമോ ഏതെങ്കിലും സന്നാഹമോ വന്നാൽ അതിനെല്ലാം തകർത്ത് കളയാൻ അമേരിക്കയുടെ ശക്തിയുണ്ട്. ഇവിടെ ഇപ്പോൾ റഷ്യ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം കൊടുത്താൽ ഒരു പരിധി വരെയുള്ള ആക്രമണങ്ങളെ തകർക്കാൻ കഴിയും. പക്ഷെ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാളെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ റഷ്യയും കൂടെ സഹായത്തിന് നൽകുന്നതാണ്. ഇപ്പം നമുക്കറിയാം സാധാരണ രീതിയിൽ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക നേരിട്ട് അമേരിക്കയുടെ യുദ്ധവിമാനം പാകിസ്ഥാന് നൽകില്ല. പകരം ഗൾഫ് രാജ്യത്തിന് ഏതെങ്കിലും കൊടുത്ത ഒരു യുദ്ധവിമാനത്തിൻ്റെ അടുത്ത് അവരോട് പറയും, നിങ്ങൾ ഈ യുദ്ധവിമാനം തൽക്കാലം ഒന്ന് പാകിസ്ഥാന് കൊടുക്ക്, നിങ്ങൾക്കുള്ള പകരം യുദ്ധവിമാനം ഞങ്ങൾ തരാം. സത്യത്തിൽ അമേരിക്ക സഹായം കൊടുത്തില്ല, ഇവിടെ ഗൾഫ് രാജ്യം കൊടുത്തേ എന്ന് പറയുന്ന പോലെ റഷ്യ നേരിട്ട് കൊടുക്കാതെ റഷ്യയുടെ ബാക്കിയുള്ള സഹായം കൊടുത്ത രാജ്യങ്ങളിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചൈനയും വരാം. അപ്പോൾ റഷ്യയും ചൈനയും എപ്പോഴും ഇറാൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയും ഏതാണ്ട് പരോക്ഷമായും പ്രത്യക്ഷമായും ഇറാൻ ഒപ്പം നിൽക്കുന്നത്. കാരണം ഇന്ത്യയുമായിട്ട് ഇറാന് ഈ വർഷങ്ങളായിട്ട് ഈ ഓയിൽ ഇടപാടുള്ള രാജ്യമാണ്. അതുകൊണ്ട് അത്ര ഒരു കാര്യമുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തങ്ങളൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ സഹായിക്കില്ല. യുദ്ധം എന്നും വിനാശകരമാണ്. എന്തുകൊണ്ടാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാത്തത്? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ നാറ്റോ എല്ലാ സഹായവും സാമ്പത്തികവും ഒക്കെ ഇവർക്ക് നൽകുന്നുണ്ട്. എന്നിട്ട് യുദ്ധം അവസാനിക്കുന്നില്ലല്ലോ. കാരണം റഷ്യക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ റഷ്യക്ക് ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. അതിനോളം മാരക ശക്തിയുള്ള ആയുധങ്ങളുണ്ട്. ഇവിടെയും ഇറാനുമായിട്ടൊരു യുദ്ധം വന്നാൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോടുള്ള വിരോധം വെച്ച് റഷ്യ തങ്ങളുടെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ചേരികളായിട്ട് ഈ ലോകം തിരിയും. അതായത് റഷ്യ, ചൈന, ഇന്ത്യ ഈ രാജ്യങ്ങളെല്ലാം തന്നെ പരോക്ഷമായിട്ട് ഇറാനൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമനേയി നെഞ്ചുവിരിച്ചെന്ന് വെല്ലുവിളിക്കുന്നത്. പക്ഷേ അത് ന്യായമല്ലാത്ത കാര്യത്തിനാണെങ്കിൽ ഇപ്പോൾ വെനിസ്വേലയുടെ എടുത്തതുപോലെയുള്ള ഒരു തീരുമാനമാണ് അമേരിക്ക എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ രാജ്യങ്ങളൊന്നും തന്നെ പിന്തുണയ്ക്കാനായിട്ട് ചെല്ലില്ല. അല്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ സഹായം കിട്ടും. നേരത്തെ ഒരു 12 days വാർ നടന്നു. അതായത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന് നേരെ ആക്രമണം നടത്തി. അന്ന് ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ ഉള്ളതുകൊണ്ട് ആണവായുധം നിർമ്മിക്കുന്നു. ഫോർദോ അതുപോലെ തന്നെ നദാൻസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ആക്രമിച്ചു. ഇനി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ 12 ദിവസം കൊണ്ട് തീരില്ല എന്ന്
ഇറാൻ ആദ്യം അങ്ങോട്ട് പറയുകയാണ്. മാത്രമല്ല അവരുടെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതും 800 കിലോമീറ്ററോളം ദൂരത്തിലേക്ക് ചെന്ന് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇറാന് ഈ പറയുന്ന പോലെ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ? ഇറാനെ ഇത് പറഞ്ഞ് പേടിപ്പിച്ച് സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു കരാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ എപ്പോഴും യുദ്ധത്തെ അനുകൂലിക്കാത്ത രാജ്യമായതുകൊണ്ട് ഇന്ത്യയും അതിനെ പിന്തുണയ്ക്കും. യുദ്ധം വേണ്ട എന്നുള്ള നിലപാട് റഷ്യ ചിലപ്പോൾ സ്വീകരിക്കാം. കാരണം റഷ്യ ഓൾറെഡി ഒരു യുദ്ധത്തിൽ എൻഗേജ്ഡാണ്. ചൈനയ്ക്ക് പിന്നെ യുദ്ധം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. എല്ലായിടത്തും ഇന്ത്യയെ ചൊറിയുന്നു, മറ്റു രാജ്യങ്ങളെ പേടിക്കുന്നു എന്നല്ലാതെ ഒരു പരസ്യമായ യുദ്ധത്തിൽ ഒന്നും ചൈന വരില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അമേരിക്ക ഇറാന് മേൽ ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തി ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം. യുദ്ധം നടത്തില്ല, പകരം ഒരു സമ്മർദ്ദതന്ത്രം, നിങ്ങൾ കരാറിൽ ഒപ്പിടണം. ഇതാണ് ഇപ്പോൾ ഈ അയത്തുള്ള അലി ഖമനേയി തള്ളിക്കളയുന്നതിലൂടെ പ്രശ്നമാണ്. കാരണം അവിടെ IRGC എന്ന് പറയുന്ന സേനയുണ്ട്. ഈ IRGCയും അവിടുത്തെ ജനങ്ങളോട് ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പറ്റുള്ളൂ. പക്ഷെ IRGC ഇപ്പോഴും അയത്തുള്ള അലി ഖമനേയിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഒരു യുദ്ധത്തിനോ കലാപത്തിനോ ഉള്ള സാഹചര്യം അവിടെ ഇല്ല. യുദ്ധം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ യുദ്ധം ഉണ്ടാകില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെ തന്നെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ അതെ, പറ്റുള്ളൂ. അങ്ങനെ തന്നെയാ നന്നാവുക. അതെ.